ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർസംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുണ്ട് എന്നാണ് യഥാർത്ഥ വസ്തുത. അത് പുറത്തു വരണമെങ്കിൽ CBI അന്വേഷിക്കണം എന്നാണ് ശുപാർശ. സംസ്ഥാനത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മതം അറിയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. CBI അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാം എന്ന് അറിയിച്ചിരുന്നു. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മിഥുൻ, നമുക്കറിയാം രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായിയുമായി ബന്ധപ്പെട്ട മൊഴികൾ അത് SITക്ക് മുന്നിലുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ അന്തർസംസ്ഥാന ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര റാക്കറ്റുകളുമായുള്ള ബന്ധമുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ സ്വാഭാവികമായും SITക്ക് സാധിക്കില്ല. അതനുസരിച്ചുള്ള റിപ്പോർട്ടാണോ ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടേത്? രജിത്ത്, അതുതന്നെയാണ്. അതായത് ഈ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം, അങ്ങനെ ഒരു ശുപാർശയാണ് ഇപ്പോൾ IBയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്റലിജൻസ്, അതായത് സംസ്ഥാന DGPക്കാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊരു അന്താരാഷ്ട്ര മാനം കൈവന്നിരിക്കുന്ന കേസാണ്. അതായത് ഈ സ്വർണ്ണമടക്കം ഇത്തരത്തിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചില സംശയം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങൾ നടക്കണം. അതൊക്കെ SITക്ക് മേൽ ഈ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഒരു ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു കേന്ദ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുപാർശ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനോടകം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജാമ്യ അതായത് ഈ കസ്റ്റഡിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ച് ലഭിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് SIT നൽകുകയും ചെയ്തിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് 7 കാര്യങ്ങളാണ്, 7 സ്വർണ്ണപ്പാളികളിലെ 7 കാര്യങ്ങളാണ് ഇതുപോലെ കളവ് പോയിരിക്കുന്നത് എന്നുള്ള ചില സുപ്രധാന വിവരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് സംസ്ഥാനത്ത് പുറത്തേക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്കും ഒക്കെ കടത്തിയിട്ടുണ്ടാകാം എന്നുള്ള ചില സൂചനകൾ കൂടി നൽകുന്നതായിരുന്നു ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് കട്ടിലയുടെ മുകൾപ്പടി ചെമ്പുപാളിയിൽ നിന്ന് അത് കടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാശിചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്ന് ഒപ്പം തന്നെ കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിൽ ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളിൽ അതിനു തെക്കും വടക്കും മുകളിലുള്ള പില്ലർ പാളികളും ഉണ്ടായിരുന്നതും ഒപ്പം തന്നെ ഈ ശ്രീകോവിൽ വാതിൽ കട്ടിലയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്ന് അങ്ങനെ ഇവയെല്ലാം ഇത്തരത്തിൽ ഈ കവർന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇവർ കവർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പിന്നീട് ചെന്നൈയിലെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലേക്ക് ഇത് എത്തിക്കുന്നു. അവിടെ നിന്നാണ് ഇത് മറ്റിടങ്ങളിലേക്ക് കൈമാറി എന്നുള്ള ഒരു ചില വിലയിരുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ IBയുടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുപാർശ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്റലിജൻസ് ബ്യൂറോയാണ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ് CBI അടക്കം ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ കോടതിയുടെ സമ്മതമൊക്കെ ഉണ്ടായാൽ CBI വരും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.